ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിഷ് ആൻഡ് മീ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മളും ചെറുതായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് നാട്ടിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് ഓണാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് രാവിലെ ഒരു ചെറിയ ഷൂട്ട് ഞാനും വിഷ്ണു ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം പ്രമാണിച്ച് ചെറിയ ചെറിയ ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ചെറിയൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ പൂവും പറിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നൊരു 4 കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൂത്താലി കണ്ടപ്പോൾ ഒരു ആവേശത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വിഷ് ആൻഡ് മീ എന്നുള്ള പേജിൽ, അല്ലെങ്കിൽ എൻ്റെ പേജ് മീര മുരളീധരൻ എന്നുള്ള പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതിൽ നോക്കിയാൽ കാണാം. ശ്യാം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഉദിനൂരുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഫോട്ടോ ആണ്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഉത്രാടായിട്ട് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതിനുശേഷം നമ്മൾ രാവിലെ പൂക്കളമൊക്കെ ഇടാൻ വേണ്ടി പോവായിരുന്നു. നല്ലൊരു അടിപൊളി പൂക്കളം തന്നെ ഉത്രാടത്തിന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാം. ഉത്രാടായിട്ട് നമ്മൾ പൂക്കളത്തിൻ്റെ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു സാധനവും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ബാക്കി ഡ്രസ്സും പച്ചക്കറികളും ഒക്കെ വാങ്ങാനായിട്ട് പോവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്യാസും കൂടെ തീർന്നിട്ടുണ്ടായിരുന്നു. ഗ്യാസും എടുക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്രാടം പച്ചല്ല, നമ്മൾ ഓണത്തിന് സാധനം എല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോകണം. അത്രേ ഒന്നും വാങ്ങിയിട്ടില്ല, എല്ലാം വാങ്ങിക്കാൻ ബാക്കിയുണ്ട്. നമ്മളിങ്ങനെ സാധനം വാങ്ങിക്കാൻ പോവാന്ന്. അമ്മ എടുത്ത അമ്മേ ഹായ് ഹായ് ഡ്രൈവിംഗ് ഇല്ല. നമുക്കിനി സാധനം എല്ലാം വാങ്ങിക്കുമ്പോൾ കാണാം. ബൈ ബൈ. എങ്ങനെയുണ്ട് നമ്മുടെ നാട്? അടിപൊളിയല്ലേ? ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടാണുള്ളത്. ഓണൊക്കെ ആയിട്ട് മഴയൊക്കെ വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് പയ്യന്നൂർ പോപ്പി ടെക്സ്റ്റൈൽസിലേക്കാണ്. ഓൾഡ് മാളിൽ പോപ്പി ടെക്സ്റ്റൈൽസിൽ നിന്നാണ് നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡ്രസ്സൊക്കെ വാങ്ങുന്ന ചെറിയൊരു ക്ലിപ്പിംഗ് കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓണമായിട്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. എവിടെയും കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായിട്ടില്ല പയ്യന്നൂർ. അത്രയും തിരക്കാണ്. എല്ലാവരും ഓണത്തിൻ്റെ ഉത്രാടപ്പാച്ചിലും സാധനം വാങ്ങാനും ഓട്ടത്തിലും ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, പോപ്പി ടെക്സ്റ്റൈൽസ് ഇങ്ങനെ ആൾ നിറഞ്ഞിട്ട് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇനി വേറൊരു ഷോപ്പിലേക്ക് പോകാനുള്ള ഗ്യാപ്പോ സ്ഥലമൊന്നും എവിടെയോ ഇല്ല. വണ്ടി വെക്കാനുള്ള ഗ്യാപ്പൊന്നും എവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇവിടെ നല്ല കളക്ഷനായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഡ്രസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പയും സെയിം കുർത്തീസാണ് എടുത്തിട്ടുള്ളത്. കളർ ചേഞ്ച് മാത്രം വ്യത്യാസമുള്ളൂ. അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഒക്കെ അടിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വാങ്ങാനുള്ളത് പച്ചക്കറിയാണ്. അപ്പോൾ നേരെ ഇനി പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോകണം. അത് നമ്മൾ അന്നൂരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നല്ല നാടൻ പച്ചക്കറി കിട്ടും തോന്നുന്നു. ഇങ്ങനെ അവിടെയും പറയാനില്ല, അത്രയും തിരക്ക് തന്നെയാണ്. ഓണായതുകൊണ്ട് എല്ലാവരും പച്ചക്കറി വാങ്ങാനുള്ള തിരക്കിലാണ്. സാധനമൊക്കെ ഇങ്ങനെ നിറച്ചും ചന്ത പോലെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് നോക്കി തന്നെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യക്ക് വേണ്ട നല്ല സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ അച്ചാറൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, പ്രകൃതിയുടെ സാമ്പാർ വറുത്തെടുക്കേണ്ട മിക്സും കൂടി നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ഇനി നേരെ പോകാനുള്ളത് എൻ്റെ വീട്ടിലേക്കാണ്. ഓണം പ്രമാണിച്ചതുകൊണ്ട് നമ്മൾ സദ്യ തന്നെയാണ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ബിരിയാണിയൊന്നും നമുക്ക് ഇങ്ങനെ ഓണത്തിന് സെറ്റാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ ഐറ്റംസും ആയിട്ടുള്ളൊരു സദ്യ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി തന്നെ ഒരുമിച്ച് ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ സാധനവും ബില്ലിങ് ചെയ്യാണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയിലാകെ ക്യാരറ്റ് മാത്രമായിരുന്നു നമുക്ക് കിട്ടാനുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം വൈകുന്നേരമായി, രാത്രിയാവാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മളൊരു രാവിലെ ഇറങ്ങിയതാണ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് നേരെ നമുക്കിനി പോകാനുള്ളത് പൂ വാങ്ങിക്കാനും പിന്നെ എൻ്റെ വീട്ടിൽ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇത് എൻ്റെ സ്വന്തം രാമന്തലിയാണ്, എൻ്റെ സ്വന്തം രാമന്തലി. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം കോടി ഓണായതുകൊണ്ട് എന്തായാലും എൻ്റെ വീട്ടിൽ ഡ്രസ്സ് കൊണ്ട് കൊടുക്കണം. ഇതാണ് എൻ്റെ മമ്മി. എൻ്റെ അച്ഛനും അമ്മക്കും കൂടി ഞാൻ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുത്തതിന് ശേഷം പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. പയ്യന്നൂരൊന്നും കാല് കുത്താനുള്ള സ്ഥലമില്ല. അങ്ങനെ നമ്മൾ പൂവൊക്കെ വാങ്ങി. കാരണം അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒന്നും നമുക്ക് ഗ്യാപ്പും ഇല്ല. അങ്ങനെ റഷായിരുന്നു. അങ്ങനെ പൂവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്.
ഓൾമോസ്റ്റ് എല്ലാ പൂവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. റേറ്റിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് ഓണല്ലേ, എല്ലാവരും ഉള്ളതല്ലേ എന്ന് വെച്ച് നമുക്ക് അത്യാവശ്യം പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ ഇട്ട നമ്മളെ പൂവെല്ലാം ഏകദേശം വാടി. അങ്ങനെ നമ്മൾ വാങ്ങിയ പൂക്കളൊക്കെ പേപ്പറിൽ നിരത്താൻ പോവുകയാണ്. കാരണം അത് ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് പൂവൊക്കെ ഒരു സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നല്ല റെഡ് റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറിയ ടൈപ്പ് റോസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എന്നാലും മുടിഞ്ഞ റേറ്റ് ആയിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, പൂവില്ലാണ്ട് പൂക്കളിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ റെഡ് റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മഞ്ഞ കളറിൽ ജമന്തി, ചെണ്ടുമല്ലി, ഓറഞ്ച് ജമന്തി, വയലറ്റ് വാടാർമല്ലി. വൈറ്റിൽ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ജമന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മജന്ത കളറിൽ വരുന്നത് എങ്ങാനും ഒരു ജമന്തി അതുകൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അങ്ങനെ നമ്മൾ ഇത് വെച്ച് നമ്മൾ അടിപൊളി ഓണപ്പൂക്കളം തന്നെയാണ് സെറ്റ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇട്ട് കഴിഞ്ഞ് പൂക്കളം അത്രയും ബാക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓറഞ്ചും മഞ്ഞയും ചെണ്ടുമല്ലിയും നമ്മൾ മിക്സ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജമന്തി മുളത്തിന് 20 രൂപക്ക് വേണ്ടി നമുക്ക് മഞ്ഞ കളറിൽ ജമന്തി മുളത്തിന് 20 രൂപക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാടുണ്ടായിരുന്നു, നല്ല ലാഭമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള റെഡ് റോസും കുറച്ച് വാടിയ ടൈപ്പ് റെഡ് റോസും രണ്ട് ടൈപ്പിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്ര പോലെ പൂക്കളാണ്. പിന്നെ നമുക്ക് പൂ പറിക്കാൻ പോകാനുള്ള ഒരു ഗ്യാപ്പും നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 5 മിനിറ്റ് റെസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടായിരുന്നില്ല. സാധനം വാങ്ങിക്കാൻ പോവാ വരിക അതുതന്നെയായിരുന്നു പരിപാടി. അല്ലെങ്കിൽ എങ്ങനെയും നമ്മൾ പൂ പറിക്കാൻ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുല്ലയാണ്. മുല്ലക്കും മുളത്തിന് 20 രൂപയെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഇന്ത്യൻസ് എങ്ങാനും ആണ് വിൽക്കുന്നുണ്ടായിരുന്നത്, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രസമുണ്ടല്ലോ ഇതിങ്ങനെ നിരത്തിയിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഓണം നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓണം ആഘോഷിച്ചു എന്നുള്ളൊരു ഫീലിങ്സ് വന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പൂ പറിക്കാൻ പോവുക, പൂവ് ഇടുക, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല വൈബായിരുന്നു. എല്ലാവരും കൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂവൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ പിച്ചിടാനുണ്ട്. അത് നമ്മൾ രാവിലെ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എതളാക്കി ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വാടിക ലുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് രാവിലെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ സഫീദ ചിരിക്കുന്നു, സഫി ചിരിക്കുന്നു. വെള്ളം വയലറ്റ് ചമ്മന്തിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നല്ല രാവിലെ തീർന്നിട്ടുണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ കാത്തിരുന്നൊരു ഡേ ആണ് ഇവിടെ സ്റ്റാർട്ടാവാൻ പോകുന്നത്. ഇന്നാണ് ഓണം. അങ്ങനെ ഓണം ഡേൻ്റെ രാവിലെ തന്നെ നമ്മൾ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ പൂക്കളൊക്കെ എതിർലാക്കി വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിന് ഒരുപാട് ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ പൂവൊക്കെ പിച്ചിടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും വിഷ്ണുവും കൂടിയിട്ടായിരുന്നു ഫുള്ള് പൂക്കളൊക്കെ പിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഉള്ള എൻ്റെ ലുക്ക് ആരും നോക്കരുത്. കാരണം ഉറക്കത്തിന് എണീച്ച് നേരെ ഇതായിരുന്നു പരിപാടി. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുളിച്ച് അമ്പലത്തിൽ പോവുക എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ കണ്ടില്ലേ, നമ്മൾ പൂക്കളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ചെറിയ അതായത് കുറച്ച് ഉള്ള പൂക്കളൊക്കെ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് രസമാണല്ലേ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാ പൂക്കളും നമ്മൾ പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് റെഡ് റോസ്, ജമന്തി, വൈറ്റ് ജമന്തി, ചെണ്ടുമല്ലി, ഓറഞ്ച് കളറിൽ ചെണ്ടുമല്ലി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ റോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, മിക്സായിട്ട് വരുന്ന റോസ്, പിന്നെ വാടാമല്ലി. ഇത്രയാണ് 6 കളേഴ്സാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ചക്രപാണി ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് അടുത്താണ്, അത്ര ദൂരമൊന്നും, ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഞാനും വിഷ്ണുവും കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അനിയനും കൂടി ഉണ്ടായിരുന്നു. അനിയൻ പിന്നെ അവൻ്റെ ഗ്യാങ്ങുമായിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിഷ് ആൻഡ് മീ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ഹാപ്പി ഓണം ടു ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടുള്ളത് ചക്രപാണി ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.
അമ്പലത്തിലൊക്കെ നല്ല തിരക്കാണ് ഗൈസ്. ഓണം പ്രമാണിച്ച് എല്ലാവരും അമ്പലത്തിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. പിന്നെ ഓണത്തിനും കൂടെ വർദ്ധിച്ചില്ല, ആദ്യമായിട്ട് വരുന്നു. അയ്യോ ഭയങ്കര തിരക്കാണ്. അമ്പലത്തിൽ ഓണം പ്രമാണിച്ച് നല്ല തിരക്കായിരുന്നു. കൂടുതലും പിള്ളേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ടാണ് മെയിൻലി വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഫോട്ടോഷൂട്ടായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ് തൃക്കരിപ്പൂർ. ഹസ്ബൻഡിൻ്റെ മാത്രമല്ല അമ്മയുടെ കൂടെ നാടാണ്. അതുകൊണ്ട് എനിക്ക് അമ്പലമായിട്ടും ഈ നാടുമായിട്ടും പണ്ടേ നല്ല ടച്ചാണ് ഉള്ളത്. അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നല്ല നാടൻ ലുക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ധാവണിക്ക് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഓണക്കോടിയൊന്നുമല്ല, പക്ഷേ ഇതെൻ്റെ അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്ത ധാവണിയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും നിറയെ തുമ്പപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പിള്ളേരിട്ട പൂക്കളം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ പിള്ളേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി പൂക്കളൊക്കെ കണ്ടു. ഇതിവരുടെ അച്ഛൻ്റെ തന്നെ ഗാർഡനാണ്. ഇവിടെ ഇവർ പൂക്കളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള താമരകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് ചെടികൾ. ഇതൊക്കെ ഇവരുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അതായത് ഇതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ മാനും അരയനും ഒക്കെ കണ്ടില്ല, ഒരുപാട് തരത്തിൽ ഇവിടെ ചെടികൾ ഉണ്ടാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ചട്ടിയോടെ തന്നെ വാങ്ങിക്കാൻ പറ്റും. സ്ഥലം വരുന്നത് കാരയിലാണ്. അപ്പോൾ ഇവരുടെ മീനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പിള്ളേഴ്സ് എന്നോട് കുറേ ദിവസമായി പറയുന്നു മീനെ കാണാൻ വാ, മീനെ കാണാൻ വാ. അങ്ങനെ ഇതാണ് അവരുടെ മീൻ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ പൂക്കളത്തിൻ്റെ പരിപാടീസ് സ്റ്റാർട്ട് ചെയ്തു. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റും മുണ്ടൊക്കെ എടുത്തിട്ടാണ് പൂവിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും എടുത്തിട്ട് ഇടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നടുവിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് റോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറ്റക്കായിരുന്നു ഇട്ടു തുടങ്ങിയതെങ്കിലും അതിന് ശേഷം വിഷ്ണു എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും വിഷ്ണുവും കൂടിയിട്ട് തന്നെയാണ് പൂക്കളം ഓൾമോസ്റ്റ് ഇട്ട് തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല പച്ചക്കളറിൽ ലീഫ് കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊരു ഡിസൈനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടൈലായതുകൊണ്ട് നമ്മളൊന്നും വരച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കൈകൊണ്ട് തന്നെയാണ് ഡിസൈനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതും ഇട്ടിട്ടുള്ളതും. അങ്ങനെ ഏകദേശം ഒരു ഐഡിയ വെച്ച് അങ്ങനെ ഇട്ടു. അങ്ങനെ നമ്മൾ പിള്ളേഴ്സ് പടയൊക്കെ പൂക്കളം കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഓൾറെഡി പൂക്കളം ഇട്ട് കഴിഞ്ഞതാണ്. അതാണ് ഞാൻ നേരത്തെ ആഡ് ചെയ്ത പൂക്കളം. ഞങ്ങളാണെങ്കിൽ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി പൂക്കൾ ഇട്ട് കാണാൻ നല്ലതാണെങ്കിലും ഇടാൻ ഭയങ്കരമായിട്ടുള്ള പണിയുണ്ട് എന്ന് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓണത്തിൻ്റെ അത് നമ്മൾ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് അമ്മയായിരുന്നു ചെയ്തത്, പൂക്കളിട്ടത് ഞാനും വിഷ്ണുവും കൂടിയിട്ടാണ്. എല്ലാ സജ്ജീകരണവും ചെയ്തത് അച്ഛനും ഗോകുലും ആയിട്ടാണ്. അങ്ങനെ എല്ലാവരും ടീമായിട്ട് എല്ലാം ചടപടിയെന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പൂക്കളത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എടുത്തു അങ്ങോട്ട് ഇട്ടു, അങ്ങനെ ചടപടിയെന്നെല്ലാം നമ്മൾ ചെയ്ത് തീർക്കുമായിരുന്നു ചെയ്തത്. കാണുമ്പോൾ നല്ല നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇടാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം ഇത് എതിലാക്കി വെക്കുക തന്നെ ഒരു ഭയങ്കര മെനക്കെട്ട പണിയായിരുന്നു. അതിനുശേഷം നമ്മൾ രണ്ടാളും മാത്രമായതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ട് അത്യാവശ്യം നല്ല വലിയ പൂക്കളം തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഈ പൂക്കളൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്കൂളിലെ പൂക്കള മത്സരത്തിൻ്റെയൊക്കെ ഒരു വൈബാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നല്ലൊരു രസമായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഈ ഒരു ആഘോഷം. പക്ഷെ നമുക്ക് ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോയിൽ ആ ഡിസൈൻ നന്നായിട്ട് എടുത്ത് കാണാനുണ്ടായിരുന്നു. ഫോട്ടോ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡിസൈനിന്. കളർ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ഔട്ട്ലൈനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. എൻ്റെ വ്ളോഗിലോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ പൂക്കളത്തിന് ശേഷം നമ്മുടെ സദ്യയുടെ ടൈമിംഗ് ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അച്ഛനും അനിയനും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരും നമ്മളും ആയിട്ടാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് വേണം എന്നുണ്ടായിരുന്നു നമുക്ക്. അതൊരു ആഘോഷമാകുമ്പോൾ വീട്ടിലെല്ലാവരും കൂടെ ഒത്തുകൂടുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ. പിന്നെ അമ്മയുടെ അമ്മയാണിത്, അമ്മമ്മ കൂടി ഉണ്ടായിരുന്നു. അവിടെ നല്ല ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. വിചാരിച്ച പോലെ എല്ലാം നല്ല രീതിയിൽ നടന്നു. ആക്ച്വലി നാട്ടിൽ വരാൻ പറ്റാത്ത പ്രവാസികളായിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഈ ഒരു ഓണം മിസ് ചെയ്യും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ദുബായിൽ നിൽക്കുമ്പോഴുള്ള ഫീലിംഗ് എന്താണെന്ന് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമ്മളും നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കൂടി ഒരു ഓണം എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്കും എൻ്റെ കല്യാണ ലുക്ക് കാണാൻ പറ്റിയില്ലേ? കഴിഞ്ഞ തവണ ഓഗസ്റ്റിലായിരുന്നു ഓണം, അതുകൊണ്ട് കല്യാണത്തിന് മുന്നേ ആയിരുന്നു ഓണം. അതുകൊണ്ട് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ പൂക്കൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടല്ലേ? നിങ്ങൾ പറയണം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടത് കൊണ്ടും പിന്നെ ആ ഒരു കളർ കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സദ്യയിൽ നമ്മുടെ കണ്ണൂർക്കാർക്ക് എന്തായാലും ഒരു നോൺ വെജ് ആഡ് ചെയ്യണം. ഇത് കാണുന്ന ഏതെങ്കിലും മറ്റ് ജില്ലക്കാർ നമ്മളെ ഒന്നും പറയരുത്. കാരണം സദ്യയിൽ നമുക്ക്
സൈഡായിട്ടെങ്കിലും ഒന്ന് മണപ്പിക്കാനെങ്കിലും ഒരു ചിക്കൻ്റെ പീസ് വേണം, അത് നിർബന്ധമാണ്. നമുക്കങ്ങനെ കേട്ടോ, നമ്മുടെ പയ്യന്നൂർ, തൃക്കരിപ്പൂർ ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ചിക്കനും ഉണ്ടായിരുന്നു. നമ്മൾ സദ്യയിൽ സാമ്പാർ, അവിയൽ, പിന്നെ പാലോലൻ, കൂട്ടുകറി, ക്യാബേജ് വറവ്, അച്ചാർ, പപ്പടം, പിന്നെ 2 തരത്തിലുള്ള പായസം കൂടി ഉണ്ടായിരുന്നു. പ്രഥമനും പിന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കിയിരുന്നത്. പ്രഥമൻ അച്ഛൻ്റെ അനിയൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അവർ ഫുഡ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അവിടെ നമ്മൾ അമ്മാവനോട് പറഞ്ഞ് ചെയ്യിച്ചായിരുന്നു. പിന്നെ പാൽപ്പായസം അമ്മേൻ്റെ സ്പെഷ്യലാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫൈനലായിട്ടുള്ള പൂക്കളത്തിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചുറ്റും നിന്ന് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതൊരു പതിവ് ചടങ്ങാണല്ലോ. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ ആഡ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി നമ്മൾ റീലെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റീലെടുക്കാനും ഒക്കെ അയച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഓണം നല്ല കളറായിട്ടുണ്ട് ഇപ്രാവശ്യം. എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും. ആക്ച്വലി വ്ളോഗായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഒരു നടക്കുന്ന പോസിബിളായിട്ടുള്ളൊരു കാര്യമില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൺ വോയിസ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൂക്കളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് കമൻറ്റ് ചെയ്യുക. അമ്മമ്മ ആക്ച്വലി അടിപൊളിയാണ്. അമ്മമ്മ നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കല്യാണത്തിൻ്റെ അതിൽ സോങ് വരുന്നതുകൊണ്ട് കോപ്പിറൈറ്റിന് ഇഷ്യൂ കാരണം ഞാൻ ഓൺ വോയിസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺ വോയിസ് ആയിട്ട് നല്ലൊരു വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നതാണ്. അതിനുള്ളൊരു ടൈം നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. ഇത് നമ്മുടെ വീട്ടിലെ പൂച്ചയാണ്. ആക്ച്വലി 3 പൂച്ചയും 3 നായും ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ പേർഷ്യൻ ക്യാറ്റാന്ന് വെച്ച് വളർത്തി വന്നപ്പോൾ നാടൻ പൂച്ചയായിപ്പോയി. അതൊരു ട്രാജഡി ആയിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൂച്ചയാണ്. പേര് സിംബ എന്നാണ്. സിംബൂട്ടാന്ന് വിളിച്ചാൽ വേഗം നോക്കും. പിന്നെ ഇത് അമ്മയും മോളുമാണ്. റോക്സിയുടെ കുട്ടി പക്കാടിയാണ്. പിന്നെ മേലെയുള്ള ആൾ ബ്ലാക്കി. ഇവരൊക്കെ നമ്മളെ ഫാമിലി തന്നെയാണ്. പുറത്ത് മാത്രമല്ല, നമ്മൾ അകത്ത് പൂജാ റൂമിലും ചെറുതായിട്ടൊന്ന് പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡെയിലി നമ്മൾ പൂ വെക്കുന്ന സ്ഥലമാണ്. അമ്മ എന്നും ഡെയിലി ഇവിടെ പൂ വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ പൂക്കളം അകത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ എൻ്റെ വീട്ടിൽ സദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ഐറ്റംസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ചിക്കൻ അടക്കം അവിയൽ, സാമ്പാർ, കൂട്ടുകറി, പപ്പടം, വറവ് എല്ലാം സെയിം തന്നെയാണ്. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും, കാരണം രണ്ടും അമ്മയുടെ ഫുഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് വരുന്നത്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. കല്യാണം വ്ളോഗ്സൊക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാച്ചാ ബൈ ബൈ, സീ യു. ബൈ പറയുന്നതിന് മുന്നേ നമ്മൾ ഓണത്തിനടുത്ത് ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ മീര മുരളീധരൻ എന്നുള്ള പേജിലും വിഷാനിൽ എന്നുള്ള പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നമ്മളെ ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.